ഇപ്പോൾ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പരാമർശിച്ച ശ്രീ പത്മകുമാർ എം പി പത്മകുമാർ നമ്മോടൊപ്പം നേരിട്ട് ചേരുന്നു. നമസ്കാരം സാർ. നമസ്കാരം. ഇത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സിനിമയുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദം. ഇപ്പോൾ SFI ഒക്കെ ഇടപെട്ട് സുരേഷ് ഗോപി പ്രതികരിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമാനമായ ഒരു അനുഭവം നേരിട്ട ഒരാൾ കൂടിയാണല്ലോ ഏതാണ്ട് ഇതേ വിഷയത്തിൽ തന്നെ താങ്കൾ. എന്തായിരുന്നു അത്? അല്ല, ഇത് ആവർത്തിക്കുകയാണ് ഞാൻ പലയിടത്തും ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പോ ഇന്നാണ് ഇത് പൊട്ടിമുളച്ചത്. പക്ഷേ കഴിഞ്ഞ മാസം 22-ാം തീയതി സെൻസർ ചെയ്ത സിനിമയാണത്. 23-ാം തീയതി ഞാൻ ഈ പ്രശ്നം അറിഞ്ഞതാണ്. 23 മുതൽ 7-ാം തീയതി വരെ, ഈ മാസം 7-ാം തീയതി വരെയോട് ഞാൻ ഫൈറ്റ് ചെയ്ത് ഈ പറയുന്ന പലരുടെയും കാല് കൈ പിടിച്ചതാണ്. ഇപ്പൊ ഈ JSK എന്ന് പറയുന്ന അതിന്റെ ടീമിലുള്ള പലർക്കും ഈ വിഷയം അറിയാമായിരുന്നു. അവരെന്നോട് സംസാരിച്ചാണ്. അപ്പൊ അവർക്കറിയാം എനിക്കിത് വന്നിട്ടുണ്ടെങ്കിൽ അവരിലേയും പോയിന്റ് ചെയ്യുമെന്നറിയാം. പക്ഷെ എന്റേത് ജാനകി എന്നൊരു വിഷയം മാത്രമല്ലായിരുന്നു. എന്റെ സിനിമ വളരെ ബേണിംഗ് ആയിട്ടൊരു സോഷ്യൽ, ഒരു അൺടച്ച്ഡ് സോൾസിനെ തൊട്ടൊരു സിനിമയാണ്. അപ്പൊ അത് അവരെ അസ്വസ്ഥമാക്കി. ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അവര് പറഞ്ഞു വന്നത് എബ്രഹാമിന്റെ പേര് മാറ്റൂ, ജാനകി എബ്രഹാമിന്റെ കൂടെ പോകാൻ പാടില്ല, അതിന് പകരം മോഹന്റെ കൂടെ കൃഷ്ണന്റെ കൂടെ പോകരുതെന്നൊക്കെയാണ് അവര് പറഞ്ഞത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ആ സിനിമയുടെ ആത്മാവ് തന്നെ കീറി മുറിക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്താൽ. ഞാൻ കഴിവത് ഈ പ്രശ്നം സമൂഹത്തിൽ അറിയാതിരിക്കാൻ വേണ്ടി, നമുക്കൊക്കെ അറിയാം ഇത് സമൂഹത്തിൽ അറിഞ്ഞാൽ വളരെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുക. ഓരോരുത്തരുടെയും നിലനിൽപ്പ് അനിശ്ചിതത്വത്തിൽ നിന്ന് പറഞ്ഞ് പലരും ആ മുറിവിളി കൂട്ടുന്ന ഈ ലോകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ പുറത്തു വന്നാൽ അത് വലിയൊരു പ്രശ്നമാകുമെന്ന് കരുതി ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചു. ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എന്റെ സിനിമയെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചഴക്കാനും ഇതിനുവേണ്ടി വലിച്ചഴക്കാൻ ഞാൻ തയ്യാറായി. അതിനുവേണ്ടി ഇതിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ നേരിട്ട് ബന്ധപ്പെട്ടു, വലിയ ആൾക്കാരെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഇത് റോങ് ഡിസിഷനാണ്, നിങ്ങൾ ഇത് മാറ്റണം, അല്ലെങ്കിൽ ഇത് പുറലോകം പറഞ്ഞ് എന്റെ സിനിമയ്ക്ക് ഗുണം ചെയ്യും, പക്ഷെ അത് ഒരു പ്രസ്ഥാനത്തെയാണ്, കേരളത്തിൽ വേരൂന്നണമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അത് ഞാൻ നിമിത്തം അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴും അവർ ഡെഫിയർ ആയിരുന്നു. അവർ എന്റെ വാക്കിനെ കേൾക്കുക മാത്രമല്ല അത് വളരെയധികം മോശമായ പല നേരിടലുകളും അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ്. ഞാൻ പല ആൾക്കാരെയും വിളിച്ച് ഇത്രയും ദിവസം പോരാട്ടത്തിനൊടുവിൽ എനിക്ക് രക്ഷയില്ല എന്ന് കണ്ടു. അവസാനം അൺഒഫീഷ്യലിയാണ് ഇവർക്ക് സംസാരിക്കുന്നത്. ഇവർക്ക് വാട്സപ്പ് കോളുകളിലൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രൂഫില്ല. ഇപ്പൊ സിനിമ നിങ്ങളെ യൂട്യൂബിൽ അയച്ചിട്ട് വേറൊരാൾക്ക് കാണണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എടുത്ത് എന്റെ 5 വർഷത്തെ അധ്വാനമാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ സിനിമയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അതിങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ട് എവിടെയാണെന്ന് വെച്ചാൽ ബോംബെ കൊണ്ട് കാണിക്കും, പക്ഷെ നിങ്ങളേക്ക് ടിക്കറ്റ് എടുത്ത് തരും, ഞാൻ വരാം. അൺഒഫീഷ്യലി നിങ്ങൾ ചോദിക്കുമ്പോൾ അൺഒഫീഷ്യലി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് എന്റെ ലാപ്പിൽ ഞാൻ സിനിമ കാണിക്കും. അത് തെറ്റായി എനിക്ക് ആരോപണങ്ങളായി മാറി. അവസാനം ഞാൻ മിനിസ്ട്രിക്ക് ഒരു കത്തയച്ചിരുന്നു, നിങ്ങൾ അത് ചെയ്യണം. പക്ഷെ അതൊക്കെ എന്റെ നേരെ ഉപയോഗിച്ച ആയുധങ്ങളായി. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, മിനിസ്ട്രി വിചാരിച്ചാൽ നിനക്ക് എന്താ കിട്ടുമെന്ന് വിചാരിച്ചു എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഈ സിനിമ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും, ഇനിയും ഒരു ഫെസ്റ്റിവലിലും ഇതിന് ഒരു സീറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു വേദിയിൽ ഞാൻ എന്റെ ക്രൂ മെമ്പേഴ്സിനെ വിളിച്ചു. ഇപ്പം എന്റെ സിനിമയുടെ എന്റെ കൂടെയുള്ള ഒരു പ്രൊഡ്യൂസർ ജോൺ ദാനിയൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ആളാണ്. എന്റെ ക്യാമറമാൻ സിവി ജോസഫ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിലാണ്. എന്റെ മ്യൂസിക് ഡയറക്ടർ എബി ഇതാണ്. പല ഇസ്ലാമിന്റെ ആൾക്കാരുടെ എല്ലാവരും ഉണ്ട്. ഞാൻ എന്റെ ഒരു ആദർശത്തിന് വേണ്ടി അത് പേര് മാറ്റാതെ കടുംപിടുത്തം പിടിച്ച തെറ്റ് ആണെന്ന് കരുതി ഞാൻ അവരെയൊക്കെ വിളിച്ച് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഫൈറ്റ് ചെയ്യാൻ, കോടതിയിൽ പോകാൻ. നമുക്കൊരു ബാക്കപ്പ് ഒന്നുമില്ല, കോടികൾ മുടക്കിയെടുത്ത സിനിമയൊന്നുമല്ല. സിനിമയിൽ ഒരു ജീവിതം ഉണ്ടെന്നല്ലാതെ അതിനകത്ത് ബാക്കപ്പ് ചെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു പേര് മാറ്റാം. അവിടെയും പ്രശ്നമായിരുന്നു. കാരണം ജാനകി എബ്രഹാമിനെ ഒരിക്കലും നമുക്ക് പറഞ്ഞ രീതി മാറ്റാൻ എനിക്ക് പറ്റില്ല, പക്ഷെ ജാനകിയെ മാറ്റാം, ജമീലയും ജാസ്മിനും ആക്കാൻ എനിക്ക് പറ്റില്ല. അവസാനം ഞാൻ പറഞ്ഞു ശരി, ലിപ്പ് 6 സൗണ്ട് ആണ് സിനിമ, അപ്പം ലിപ്പ് വലിയൊരു ഘടകമാണ്. അപ്പൊ ജാനകി എന്ന് പറയുന്ന ഒരു മൗത്ത് ഓപ്പണിംഗ് ജയന്തിയുമായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ജയന്തി എന്നാക്കാം. ആദ്യം അവർ സമ്മതിച്ചില്ല. ജയന്തി ഏതോ ദൈവത്തിന്റെ പേരാണെന്ന്. എത്രയോ കോടിക്കണക്കിന് ദേവതകളും ദേവന്മാരും ഉള്ള നമ്മുടെ ഈ സംസ്കാരത്തില് ഓരോ സിനിമയുടെയും തിരക്കഥയിൽ പേരിടാൻ വേണ്ടി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അധികാരികളെ അയച്ചു കൊടുക്കേണ്ട ഒരു ഗതികേടൊന്നും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല. കാരണം സിനിമ ഇറക്കില്ലെങ്കിലും വേണ്ടിയില്ല, നിങ്ങൾ ജയന്തി ആണെങ്കിൽ മാറ്റാം. അവസാനം ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അവർ ശരി, അൺഒഫീഷ്യലി അവർ പറയുന്നു ശരി മാറ്റാം. അപ്പൊ ഓരോ പ്രാവശ്യവും ഇത് അപ്പോഴാണ് നമ്മൾ മാറ്റാൻ സമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് റീജിയണൽ ഓഫീസ് നമ്മൾ ബന്ധപ്പെടും. റീജിയണൽ ഓഫീസറെ വരുന്ന നദീം തോഫിൽ നമുക്ക് അറിയാം, വളരെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഇതെല്ലാം പോയിന്റ് ചെയ്യുന്ന അദ്ദേഹത്തിലേക്കാണ്. ഈ ബോംബെ നമ്മൾ സംസാരിച്ചായിട്ടോ അൺഒഫീഷ്യൽ സംസാരിച്ചായിട്ടോ ഒരു രേഖകളും ആകെ വന്ന വാട്സപ്പുകളും ഒരുപക്ഷെ എന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്ത കുറെ CEO ഉൾപ്പെടെ അവരുടെ ശബ്ദരേഖകളും മാത്രമേ ഉള്ളൂ. അവസാനം അപ്പോഴാണ് ഓഫീസിൽ നിന്നും അറിയിക്കുന്നത് നിങ്ങൾ പേര് മാറ്റാൻ തയ്യാറാക്കി, നിങ്ങൾ ഒപ്പിട്ട് തരും. അവസാനം നമ്മൾ ഒപ്പിട്ട് കൊടുത്തിട്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് പേര് മാറ്റാൻ തന്നു. അപ്പൊ ഈ സെൻസർ സർട്ടിഫിക്കറ്റിന്റെ പുറകിലാണ് ഈ എൻഡോഴ്സ്മെന്റ് പലപ്പോഴും വെക്കും. ഈ എൻഡോഴ്സ്മെന്റ് പുറകിൽ ഇങ്ങനെ വെക്കും. അതായത് അവർ പറഞ്ഞിരിക്കുന്ന അന്ന് ഡിസ്കസ് ചെയ്ത പ്രകാരം നിങ്ങൾ അഗ്രി ചെയ്ത പേര് റീപ്ലേസ്ഡ് എന്നാണ്. അല്ലാതെ പേരെന്താണെന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ചോദിച്ചാൽ അത് പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. ഒരു തെളിവുകളുമില്ല നമ്മൾ എന്ത് പേര് ഡിസ്കസ് ചെയ്തെന്നും. അത്രമാത്രം ഒരു ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു ലോകത്തൂടെയാണ് ഇന്ന് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അത്തരത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ഇതെങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്. ഇത് ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റ്. ഇന്നിപ്പോൾ നമ്മൾ ഈ ജാനകിയുടെ സംവിധാനത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ക്ലിയറായി മുംബൈയിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്.
എന്നുള്ളതാണ്. അതായത് അനുഭവമാണോ താങ്കൾക്കും ഉണ്ടായത്? ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അങ്ങോട്ടേക്ക് പോകുന്നു, അതിനുശേഷം അവിടെ ചെന്നിരിക്കുന്ന ചെയർമാൻ എന്ന് പറയുന്ന ആളുടെ കടുംപിടുത്തമാണ് ഈ പ്രശ്നത്തിന് പിറകിൽ, അല്ലേ? ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഞാൻ 2 മാസം മുമ്പ് വരെ സെൻസർ ബോർഡ് മെമ്പറായിരുന്നു. ഒരു കാര്യം എനിക്കറിയാം, ഈ നമ്മുടെ കേരളത്തിലെ റീജിയണൽ സെൻസർ ബോർഡ് മെമ്പേഴ്സും മറ്റേ എല്ലാവരും ഞാൻ പറയുന്ന വെറും ഡമ്മികളെ പോലാണ്. അവരെന്തൊക്കെ കടുത്ത തീരുമാനം എടുത്താലും അവർ കൃത്യമായിട്ട് സ്ക്രീൻ ചെയ്താലും അവർക്കൊരു അജണ്ട ഇല്ലെങ്കിൽ, അല്ല അവർക്കൊരു സങ്കുചിത മനോഭാവം ഇല്ലെങ്കിൽ, ഈ പറയുന്ന ഹെഡ് ഓഫീസിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരിക്കലും ഗവൺമെന്റിന്റെ ഒരു പോയിന്റ് ചെയ്യുന്നില്ല. കാരണം ഇത് ഗവൺമെന്റ് അറിഞ്ഞെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് ഒഫീഷ്യലി അവർക്ക് സിനിമ കാണാൻ അങ്ങോട്ട് എടുക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ ചില ആൾക്കാരുടെ, ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്താൽ ഗവൺമെന്റിൽ എനിക്ക് നല്ല ഒരു ജോലിക്കാരനാകുന്ന ഒരു ചിന്തയായിരിക്കും അവരെ ഇതിലൊക്കെ എത്തിക്കുന്നത്. പക്ഷേ ഞാൻ ഇതേ ട്രാക്കിൽ തന്നെയായിരുന്നു. പക്ഷേ ജാനകി വേഴ്സസ് ഈ സംഭവം എന്ന് പറയുന്നത്, ജാനകി മാത്രമാണെങ്കിൽ ഇതൊരു സിനിമയുടെ ആത്മാവിനെയാണ് ഇവർ കീറി മുറിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ പ്രശ്നം അവസാനം ഇപ്പോൾ പരിഹരിച്ച് ആ സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. പക്ഷേ ആ സമയത്തുണ്ടായ ഒരു മനോവിഷമം, ഒരു കലാസൃഷ്ടിയെ ഇങ്ങനെ വികൃതമാക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു കലാകാരനും ഒരു കാലത്തും സഹിക്കാവുന്ന ഒന്നല്ല. നമ്മളിതൊക്കെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമായി ഈ കലാരംഗത്തേക്ക് കൂടി ഇത്തരം പ്രവണതകൾ കടന്നു വരുന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് ശ്രീ പത്മകുമാർ. സുഹൃത്തെ, ഞാനിത് നേരത്തെ ഞാൻ പറഞ്ഞാലും എനിക്കിത് ആരും എന്റെ സൈഡിൽ ഇല്ലായിരുന്നു. ഒരു പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞാലും ആരും പറയില്ല. ഒരു കേന്ദ്രമന്ത്രി അഭിനയിച്ച ഒരു സിനിമയാണെന്നിട്ടാണ് ഇത്രയും മാത്രം ഉണ്ടായത്. ഈ കേന്ദ്രമന്ത്രി അടങ്ങുന്ന ഒരു സമൂഹത്തിനും എന്റെ വിഷയം അറിയാമായിരുന്നു. അറിയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം അവരെന്നെ പലരും വിളിച്ച് സംസാരിച്ചാണ്. അപ്പോൾ ഒന്നും കാണാത്ത ഒരു വികാരവും വിചാരവും ഒക്കെ ഒരു വലിയൊരു സിനിമയ്ക്ക് മാത്രം വരുമ്പോഴാണ് എന്നെ പോലുള്ള ആൾക്കാർ ഇതായി പോകുന്നത്. വലിയ സിനിമയ്ക്ക് കുടിപിടിക്കാനും അല്ലെങ്കിൽ പ്രൊമോഷൻ നടത്താൻ ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ചെറിയ സിനിമകൾക്ക് പുറകെ നടക്കാൻ ആരും കാണില്ല, നമ്മൾ മാത്രമേ കാണൂ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. എനിക്കറിയാം അതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. വെറുതെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി MP പത്മകുമാർ സംവിധായകനായിട്ട് സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയും. അതല്ലാതെ എനിക്കൊന്നും നേട്ടമില്ല. പക്ഷെ ഇന്ന് ഇഷ്യൂ വന്ന സമയത്താണ് ഞാനൊന്ന് പറയാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞതുപോലും മറ്റൊരു സിനിമയ്ക്ക് ദോഷമുണ്ടാകുന്ന കരുതിയാണ് മൗനമായിട്ടിരുന്നത്. പക്ഷെ സമൂഹം ഇന്ന് വല്ലാത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. കാരണം പലരുടെയും നിലനിൽപ്പ്, പലരും പറയാറില്ലേ, പലരും മുറവിളി കൂട്ടാറുണ്ട്, ഞങ്ങളുടെ നിലനിൽപ്പ്. സത്യത്തിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രവൃത്തിയാണ് സെൻസർ ബോർഡിന്റെ സൈഡ് ചെയ്തത്. ആരുടെ ചിന്തയായാലും ഇത് ഇത് വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു സമയമാണ്. തിരുത്തേണ്ടവരെ തിരുത്തേണ്ട സമയമാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ശ്രീ പത്മകുമാറിന് സമാനമായ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ വിഷയം വന്നപ്പോഴാണ് അദ്ദേഹവും ഇത് തുറന്നു പറഞ്ഞത്. സമാനമായ ഒരു അനുഭവം. കാരണം ഇത് സിനിമ എന്നൊക്കെ പറയുന്നത് ഒരു പ്രൊഡ്യൂസറുടെയും സംവിധായകൻ്റെയും ഒക്കെ വലിയ ഒരു രക്തവും അവർ ഇതുമായി ബന്ധപ്പെട്ട് മുടക്കുന്ന സമയമൊക്കെ ഒരുപാടാണ്. അതിന് എതിരെയുള്ള വിഷയങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ വലിയ അധ്വാനത്തിനെതിരെയുള്ള വെല്ലുവിളി കൂടിയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും അത്തരം പ്രവണതകൾ എതിർക്കപ്പെടേണ്ടതാണ്. കലാസൃഷ്ടിയിൽ രാഷ്ട്രീയം ചേർക്കുക എന്ന പ്രവണത ഒരു കാലത്തും അംഗീകരിക്കാവുന്നതുമല്ല.